ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. നമ്മൾ BSc MLT ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് ഓരോ ദിവസം BSc MLTയുടെ കുറച്ച് പോർഷൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഈസി ആയിട്ട് BSc MLT പഠിക്കാം. അപ്പോൾ 100% സക്സസ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അപ്പോൾ ഗ്രാംസ്റ്റെയിൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഗ്രാംസ്റ്റെയിനെ പറ്റി പറയുമ്പോൾ നമ്മൾ 5 മാർക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാംസ്റ്റെയിൻ. ഓക്കെ, ഗ്രാംസ്റ്റെയിൻ ഡിസ്കവർ ചെയ്തത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. ഓക്കെ, അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്ടീരിയയെ 2 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ഓക്കെ, ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം ആണ് ഡിസ്കവർ ചെയ്തത്. പിന്നെ ബാക്ടീരിയയെ 2 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതൊക്കെയാ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. ഇനി നമ്മൾ ഗ്രാംസ്റ്റെയിൻ്റെ പ്രിൻസിപ്പിളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 പ്രിൻസിപ്പിളാണുള്ളത്. ഫസ്റ്റ് പീസ് തിയറിയാണ്. പീസ് തിയറി പറയുന്നത് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിൽ എന്ത് ചെയ്യും, സൈറ്റോപ്ലാസം കുറച്ചുകൂടി മോർ ആസിഡിക് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ബേസിക് ഡൈയെ കുറേ സമയം എന്ത് ചെയ്യും, പിടിച്ച് നിർത്തും. അത് കൂടാതെ അയഡിനും മോഡൻ്റെ ഒക്കെ ആയിട്ട് പ്രൈമറി സ്റ്റെയിനും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഒരു ഡൈ അയഡിൻ കോംപ്ലക്സ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. നമ്മൾ മോഡൻ എന്താണ്, പ്രൈമറി സ്റ്റെയിൻ ഏതാണെന്നൊക്കെ നമ്മൾ ഗ്രാംസ്റ്റെയിനിലെ പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, മോഡൻ ഏതാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്തായിട്ട് മാറും, ഒരു ഡൈ അയഡിൻ കോംപ്ലക്സ് ഉണ്ടാവുമെന്നാണ് പീസ് തിയറി പറയുന്നത്. ഇനി സെൽ വാൾ തിയറി എന്താണെന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണ് ഭയങ്കര തിക്കായിട്ടുള്ള എന്താണ്, സെൽ വാളാണ്. അതുകൂടാതെ ലിപ്പിഡ് കണ്ടന്റ് എന്താണ്, ഭയങ്കര കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാംസ്റ്റെയിൻ, അതായത് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ഗ്രാംസ്റ്റെയിൻ പ്രൊസീജിയറാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡീകോളറൈസർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, എസ്കേപ്പ് ആയി പോകും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രൈമറി സ്റ്റെയിൻ്റെ കളർ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, അതെടുക്കുക. ഓക്കെ, പക്ഷേ ഗ്രാം നെഗറ്റീവ് ആണെങ്കിലോ സെൽ വാൾ ഭയങ്കര തിന്നാണ്, ലിപ്പിഡ് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഡീകളറൈസർ എന്ത് ചെയ്യും, ലിപ്പിഡ് കണ്ടന്റ് എന്നൊക്കെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ എന്ത് ചെയ്യും, അയഡിൻ കോംപ്ലക്സും എന്ത് ചെയ്യും, എസ്കേപ്പ് ആയി പോകും. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, കളറ് കൗണ്ടർ സ്റ്റെയിൻ്റെ കളറായിരിക്കും എന്തെടുക്കുന്നത്, ആ ഒരു ബാക്ടീരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏതാണ്, ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റുന്നത്, കൗണ്ടർ സ്റ്റെയിൻ്റെ കളറായിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി ഗ്രാം പോസിറ്റീവിലാണെങ്കിലോ പ്രൈമറി സ്റ്റെയിൻ്റെ കളറും ആയിരിക്കും കാണാൻ പറ്റുക. ഇനി അതിൻ്റെ പ്രൊസീജിയറാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്പിയർ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് കൊണ്ട് എന്ത് ചെയ്യും, സ്മിയർ എന്ത് ചെയ്യും, കവർ ചെയ്യും. എത്ര മിനിറ്റ് ആണ്, 1 മിനിറ്റ് കവർ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, സ്ലൈഡ് വാഷ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഗ്രാംസ് അയഡിനാണ് 1 മിനിറ്റ് നമ്മൾ പോർ ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യും, ഡീകളറൈസ് ചെയ്യും. അസിറ്റോൺ ഉപയോഗിച്ച് 2 to 5 സെക്കൻഡ്സ് വെക്കത്തുള്ളൂ. ശേഷം വീണ്ടും എന്ത് ചെയ്യും, സ്ലൈഡ് വാഷ് ചെയ്യും. പിന്നെ കാർബോൾ ഫിഷൻ ഉപയോഗിക്കും. അത് 30 സെക്കൻഡ്സ് ആണ്. ആദ്യത്തെ 1 മിനിറ്റ്, പിന്നെ 2 to 5 സെക്കൻഡ്സ്, പിന്നെ 30 സെക്കൻഡ്സ്. ഓക്കെ, ആദ്യം ക്രിസ്റ്റൽ വയലറ്റ്, പിന്നെ ഗ്രാംസ് അയഡിൻ, പിന്നെ അസറ്റോൺ ഡീകളറൈസറായിട്ട് അസറ്റോൺ ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്തു, കാർബോൾ ഫിഷൻ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്യും, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഒബ്സർവേഷൻ നമുക്ക് വരുന്നത് ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ വയലറ്റ് കളറും ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ പിങ്ക് കളറും ആയിരിക്കും കാണപ്പെടുന്നത്. ഈ റിയേജൻസ് നമ്മളിപ്പം ക്രിസ്റ്റൽ വയലറ്റ് അയഡിന് അസിറ്റോൺ കാർബോൾ ഫിഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുമ്പോൾ എന്താ, പ്രൈമറി സ്റ്റെയിൻ ആണ്. അയഡിൻ എന്ന് പറയുമ്പോൾ അത് മോഡൻ്റ് ആണ്. അസിറ്റോൺ എന്ന് പറയുമ്പോൾ എന്താ, ഡീകളറൈസർ ആണ്. ഓക്കെ, കാർബോൾ ഫിഷൻ എന്ന് പറയുമ്പോൾ എന്താണത്, കൗണ്ടർ സ്റ്റെയിൻ ആണ്. ഓക്കെ, നമ്മൾ ചോദിച്ചപ്പോൾ ഗ്രാം സ്റ്റെയിൻ്റെ മോഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്, അയഡിൻ ആണെന്ന് പറയണം. ഡീകളറൈസർ ഏതാണ്, ഗ്രാം സ്റ്റെയിൻ്റെ അസിറ്റോൺ ആണ് ഡീകളറൈസർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു ഗ്രാം സ്റ്റെയിൻ്റെ പറഞ്ഞത്. കൂടാതെ കുറച്ച് മോഡിഫിക്കേഷൻസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രോപ്ലഫ് ആൻഡ് ബീമർ മോഡിഫിക്കേഷൻ അത് വരുന്നതാണ് എന്ത്, പ്രൈമറി സ്റ്റെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഇതാണ് മീഥൈൽ വയലറ്റും, കൗണ്ടർ സ്റ്റെയിനായിട്ട് എന്താണ്, ബേസിക് ഫ്യൂഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ജെൻസൺസ് മോഡിഫിക്കേഷൻ അതാണെങ്കിൽ ഡീകളറൈസർ അബ്സല്യൂട്ട് ആൽക്കഹോളും, കൗണ്ടർ സ്റ്റെയിൻ ന്യൂട്രൽ റെഡുമാണ്. ഇനി വെയ്ഗേർഡ്സ് മോഡിഫിക്കേഷനകത്താണെങ്കിൽ അനിലിൻ സൈലോൾ ആണ് ഡീകളറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പ്രിസ്റ്റൺ ആൻഡ് മോറൽ മോഡിഫിക്കേഷനകത്താണെങ്കിലോ അയഡിൻ അസറ്റോൺ ആണെന്ത്, ഡീകളറൈസർ. അപ്പോൾ മോഡിഫിക്കേഷൻ 4 മോഡിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹോപ്ലഫ് ആൻഡ് ബീർമാൻ മോഡിഫിക്കേഷൻ, ജെൻസൺസ് മോഡിഫിക്കേഷൻ, വൈഗേർഡ്സ് മോഡിഫിക്കേഷൻ, പ്രിസ്റ്റൺ ആൻഡ് മോറൽ മോഡിഫിക്കേഷൻ. ഈ ഓരോ മോഡിഫിക്കേഷനകത്തും എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, പ്രൈമറി സ്റ്റെയിൻ ഏതാണ് അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്, ഡീകളറൈസർ ഏതാണ്, അത് ഏതാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഗ്രാം സ്റ്റെയിൻ ചോദിക്കുമ്പോൾ ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്ത് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഗ്രാം സ്റ്റെയിൻ എന്താണെന്നൊരു ഇൻട്രോ എഴുതുക, ശേഷം എൻ്റെ പ്രിൻസിപ്പിൾ എഴുതണം, പിന്നെ പ്രൊസീജിയർ വേണം, പിന്നെ അതിനകത്ത് റിയേജൻസ് വേണം, പിന്നെ
അതിൻ്റെ ഒബ്സർവേഷൻ എഴുതാം, പിന്നെ ലാസ്റ്റ് മോഡിഫിക്കേഷൻ എഴുതി നിങ്ങൾക്ക് നിർത്താം. അത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് സിമ്പിളായിട്ട് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഓരോ സ്റ്റേൻ്റെ പേര് പഠിക്കണം, പിന്നെ എടുത്ത് പ്രിൻസിപ്പിൾ പഠിക്കുക, പിന്നെ മോഡിഫിക്കേഷൻ ഓരോരുത്തരുടെയും മോഡിഫിക്കേഷൻ അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. താങ്ക് യു ഓൾ.